Once again, welcome to my video blog, AjayTechTips. I am Ajay. നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ വന്ന രണ്ട് അപ്ഡേറ്റ്, ഒന്ന് യൂട്യൂബിന്റെ അപ്ഡേറ്റും ഒന്ന് YT സ്റ്റുഡിയോയിൽ. ഈ YT സ്റ്റുഡിയോയിൽ വന്ന അപ്ഡേറ്റ് ക്രിയേറ്റേഴ്സിനും യൂട്യൂബിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് നമ്മളെല്ലാവർക്കും, ഞങ്ങളെപ്പോലുള്ള ക്രിയേറ്റേഴ്സ് അല്ലാണ്ട് ഈ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്യുന്ന എല്ലാവർക്കും കൂടെ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതെന്താണ് അപ്ഡേറ്റ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് നിരന്തരമായി കിട്ടാനും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് യൂട്യൂബ് നമുക്കറിയാം ഈ ഒരു കൊല്ലം കുറേ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ പോളിസീസിൽ. അപ്പം ക്രിയേറ്റേഴ്സിനും കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾക്കും പ്രേക്ഷകർക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നും കൂടെ വ്യൂവിങ് ഒക്കെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ പിക്ചർ ക്വാളിറ്റി. അപ്പം നമുക്കറിയാം നമ്മുടെ വീഡിയോ 4K അല്ലെങ്കിൽ ഫുൾ HD അതല്ലെങ്കിൽ HD അതല്ലെങ്കിൽ 320p അല്ലെങ്കിൽ അതിലും കുറവുള്ള റെസൊല്യൂഷനിലേക്കാണ് അത്. അപ്പോൾ അതിനുള്ള സെറ്റിങ്സിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് സെറ്റിങ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ കൂടെ ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടോറിയൽ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് പോകല്ലേ. അപ്പോൾ പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് അവിടെ താഴെയുണ്ട്. യൂട്യൂബ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അതിന് മുമ്പ് എന്ത് ചെയ്യണം, നെറ്റ് ഓൺ ചെയ്യണം. ഇപ്പോൾ നമ്മൾ നെറ്റ് ഓഫാണ്. ഞാൻ എൻ്റെ വൈഫൈ ഒന്ന് ഓൺ ചെയ്യാണ്. വൈഫൈയിലാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വൈഫൈ വരട്ടെ. AjayTechTips നിങ്ങൾക്ക് കാണാം. അപ്പോൾ AjayTechTips ആണ് എൻ്റെ ചാനലിൻ്റെ പേര്, എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമുണ്ട്. അപ്പോൾ ഒരു 1 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒന്നുകിൽ എൻ്റെ മോളുടെ ചാനലൊക്കെ കാണിക്കാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചാനലാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അത് വേറെ ആരുടെ ചാനലല്ല, എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള അസ്ന അൻവറിൻ്റെ അസ്നാസ് കിച്ചൺ പറഞ്ഞ ചാനലിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിൽ നമുക്ക് ഓരോ ക്വാളിറ്റിയിൽ എങ്ങനെ വീഡിയോ കാണാൻ പറ്റും എന്നുള്ളൊരു കാര്യം. എൻ്റെ ഇത് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നെറ്റൊന്ന് കണക്റ്റ് ആവട്ടെ. എന്താ നെറ്റ് ആണ് കുറച്ച് സ്ലോ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് അസ്നാസ് കിച്ചൺ ഒന്ന് സെർച്ച്. ഇത് ന്യൂസ് ഇന്ന് ഇലക്ഷൻ്റെ ഇത് കാണാൻ വേണ്ടി എടുത്തായിരുന്നു. അസ്നാസ് കിച്ചൺ നമ്മൾ സെർച്ച് ചെയ്തു. അപ്പം ഇതവരെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാണ്. അപ്പം പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ടാവും. നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ മ്യൂട്ട് ചെയ്തൊന്ന് വോളിയം കുറയ്ക്കും. ഓക്കെ, ചാനലിൻ്റെ വോളിയം ഞാൻ കുറയ്ക്കും. പക്ഷേ സ്ക്രീൻ റെക്കോർഡറിൽ ആ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഇവിടെ നമ്മൾ കണ്ടത് 3 ഡോട്ട്സ്, ഇതിൽ ക്ലിക്ക് ചെയ്യാം ജസ്റ്റ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണാം ക്വാളിറ്റി, നമ്മൾ വീഡിയോ ക്വാളിറ്റി ഇത് ഓട്ടോമാറ്റിക്കലി 480p എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ നെറ്റിന്റെ സ്പീഡൊക്കെ അനുസരിച്ചിട്ടാണുള്ളത്. നമുക്കത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ. നമ്മുടെ നെറ്റിന്റെ സ്പീഡ് നോക്കിയിട്ടാണ് ഫോട്ടോയിൽ എടുക്കുന്നത്. അപ്പം നമുക്ക് ഇത് നോക്കിക്കഴിയുകയാണെങ്കിൽ അതിന് താഴെ ഹയർ പിക്ചർ ക്വാളിറ്റി, ഡാറ്റ സേവർ, അഡ്വാൻസ്, നമുക്ക് അഡ്വാൻസ് ഓപ്ഷൻ എടുക്കാം. നമ്മൾ പണ്ട് അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. ആ ഒരു ഓപ്ഷൻ വീണ്ടും അവിടെയാണ് വരുന്നത്. അതിന് 2160p അവർ 4K ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ 1440p ഉണ്ട്, 1080p ഉണ്ട്. നമുക്ക് ഏതാണ് നമ്മുടെ മൊബൈൽ ഡാറ്റ. ഇപ്പൊ വൈഫൈ ഒക്കെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഹയർ ഡാറ്റയിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ നമ്മുടെ മൊബൈൽ ഡാറ്റയാണ് വെച്ചാൽ നമുക്ക് കുറഞ്ഞ റെസൊല്യൂഷനിലേക്ക് കാണാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച് വരുന്നത്. ഇപ്പം നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ഇതിവിടെ ബഫർ ചെയ്യണത്. ഏഷ്യാനെറ്റിന്റെ ഞാൻ ബ്രോഡ്ബാൻഡ് ആണ് എടുത്തത്, ഫൈബർ അല്ല കോപ്പറാണ് എടുത്തത്. ഇപ്പോൾ ഈ ഒരു ഇതിന്റെ ഇപ്പൊ നമുക്ക് നോക്കാൻ വെച്ചാൽ റെസൊല്യൂഷൻ ഏകദേശം 2160p എടുത്തിട്ടുണ്ട്. പിന്നെ റിയൽമിന്റെ ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് റെസൊല്യൂഷൻ സപ്പോർട്ടുണ്ട്. അപ്പം ഒരു ലൈക്ക് കൊടുക്കട്ടെ. ഈ ഒരു ചാനലിനെ പറ്റി പറയാൻ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റി ഫുഡ്സ് ഉണ്ടാവുന്ന ഒരു ചാനലാണിത്. അപ്പം നിങ്ങൾ മാക്സിമം അവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അസ്നാസ് കിച്ചൺ ആണ്, youtube.com/asnas kitchen. അത് ഒരു പ്രൊമോഷൻ ആയിട്ട് അല്ല പറയണത്, നമ്മുടെ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് വേണ്ട റെസൊല്യൂഷൻ. അപ്പം അതിൻ്റെ നമുക്ക് ഒന്നും കൂടെ ഞാൻ പറയാം,
ക്വാളിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ ഇടാം. അപ്പോൾ അതാണെന്ന് വെച്ചാൽ ഏതാണോ നമുക്ക് വരുന്നത് ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിന്റെ സ്പീഡ് ഇപ്പം എൻ്റെ ഫൈബർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഫൈബറിന്റെ സ്പീഡിനെ കണക്കാക്കി വരും. പിന്നെ അതിന്റെ താഴെയുള്ള ഇതാണ് വേണ്ട ഹയർ പിക്ചർ ക്വാളിറ്റി ആണോ നമുക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇതൊരു നല്ല അടിപൊളി അപ്ഡേറ്റ് ആണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇത് നല്ല അടിപൊളി അപ്ഡേറ്റ് ആണ് തോന്നുന്നത് വെച്ചാൽ ഇതിന്റെ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമുക്കിനി യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് YT സ്റ്റുഡിയോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് വലിയ ഇതൊന്നും അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഈ ഇതൊന്നും ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് നമ്മൾ YT സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്തു. പണ്ടുണ്ടായിരുന്ന ഇൻ്റർഫേസിൽ നിന്ന് അപ്പാടെ മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻസും കുറച്ചും കൂടെ നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. വിസിബിലിറ്റി പബ്ലിക് ആണ്, മോണിറ്റൈസേഷൻ ഓൺ ആണ്, റെസ്ട്രിക്ഷൻസ് ഇല്ല. ഈ ഒരു കാര്യം കുറച്ചും കൂടെ ഗ്രാഫിക്കലി പ്രസൻറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെയും യൂട്യൂബിൽ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ YT സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ നേരിട്ട് കാണിച്ചു തരുന്നതാണ്. അത് ഇനിയും വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് ഗുഡ് ബൈ.